ഇത് ലോക സാഹിത്യത്തിലെ ഏറ്റവും മഹത്തായ സാഹസിക യാത്രകളിൽ ഒന്നിൻ്റെ കഥയാണ്. ഏകദേശം 3000 വർഷങ്ങൾക്ക് മുൻപ് മഹാകവി ഹോമർ രചിച്ച 2 മഹാകാവ്യങ്ങളിൽ ഒന്നായ ഇലിയഡ് ട്രോയിയുടെ മഹായുദ്ധത്തെക്കുറിച്ച് പറഞ്ഞു. എന്നാൽ യുദ്ധം അവസാനിച്ചതോടെ കഥ അവസാനിച്ചില്ല. ട്രോയിയുടെ മതിലുകൾ തകർന്നു വീണതിന് ശേഷം വിജയികളായ ഗ്രീക്ക് വീരന്മാർ സ്വന്തം നാടുകളിലേക്ക് മടങ്ങാൻ പുറപ്പെട്ടു. അവരിൽ ഏറ്റവും പ്രശസ്തനായത് ഇത്താക്കയുടെ രാജാവായ ഒഡീസിയസ് ആയിരുന്നു. ഈ കഥ ആരംഭിക്കുന്നത് അവിടെയാണ്. യുദ്ധഭൂമിയിൽ നിന്ന് വീട്ടിലേക്കുള്ള ഒരു യാത്രയായി തുടങ്ങിയതെങ്കിലും അതുടൻ തന്നെ ദേവന്മാരുടെയും രാക്ഷസന്മാരുടെയും മന്ത്രവാദിനികളുടെയും കൊടുങ്കാറ്റുകളുടെയും വിധിയുടെയും എതിരായ 20 വർഷം നീണ്ട പോരാട്ടമായി മാറി. മനുഷ്യൻ്റെ ബുദ്ധിയും സഹനശക്തിയും സ്നേഹവും പരീക്ഷിക്കപ്പെട്ട ആ മഹായാത്രയാണ് ഒഡീസി. ഇതാണ് ഒഡീസിയസിൻ്റെ കഥ. വീട്ടിലേക്കുള്ള വഴി ഒരിക്കലും മറക്കാത്ത ഒരു മനുഷ്യൻ്റെ കഥ. ട്രോയിയുടെ പതനത്തിന് ശേഷം 10 വർഷം, അതായിരുന്നു ആ യുദ്ധത്തിൻ്റെ ദൈർഘ്യം. ട്രോയിയുടെ മണൽപ്പരപ്പുകളെ രക്തം കൊണ്ട് ചോപ്പിച്ച 10 വർഷങ്ങൾ, വെങ്കലായുധങ്ങൾ മാംസത്തെ കീറി മുറിച്ച 10 വർഷങ്ങൾ, ദേവന്മാരുടെ കരുണ തേടി ആകാശത്തേക്ക് ഉയർന്ന പ്രാർത്ഥനകളുടെ 10 വർഷങ്ങൾ. ഒടുവിൽ ട്രോയിയുടെ മഹത്തായ മതിലുകൾ തകർന്നു വീണപ്പോൾ മരക്കുതിരയുടെ ഉള്ളിൽ ഒളിച്ചിരുന്ന യോദ്ധാക്കൾ ഉറങ്ങിക്കിടന്ന നഗരത്തിലേക്ക് മരണമായി പുറത്തു വന്നപ്പോൾ ഗ്രീക്കുകാർ വിശ്വസിച്ചു അവരുടെ ദുരിതങ്ങൾ അവസാനിച്ചുവെന്ന്. അവർക്ക് തെറ്റി. കാരണം അവർ ചെയ്ത തെറ്റുകൾ ദേവന്മാർ മറക്കാൻ തയ്യാറായിരുന്നില്ല. സമുദ്രം എല്ലാം ഓർമ്മിച്ചു വയ്ക്കും. ആ വിജയികളുടെ കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു. തൻ്റെ ബുദ്ധി കൊണ്ടും തന്ത്രങ്ങളാലും യുദ്ധത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിച്ച ഒരാൾ, ഇത്താക്കയുടെ രാജാവായ ഒഡീസിയസ്. മരക്കുതിരയുടെ ആശയത്തിന് പിന്നിലെ ബുദ്ധി. ട്രോയ് അഗ്നിയിൽ വെന്തെരിയുമ്പോൾ തൻ്റെ കപ്പലിൻ്റെ മുൻഭാഗത്ത് അദ്ദേഹം നിന്നു. കവചം യുദ്ധത്തിൻ്റെ മുറിവുകളാൽ തകർന്നിരുന്നു. അതിൽ രക്തക്കറകൾ ഉണങ്ങിപ്പിടിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ പിന്നിലേക്കല്ല നോക്കിയത്. അവ പടിഞ്ഞാറോട്ടേക്ക് നോക്കുകയായിരുന്നു, വീട്ടിലേക്കുള്ള ദിശയിലേക്ക്. താൻ മടങ്ങി വരുമെന്ന് ഭാര്യ പെനലോപ്പിക്ക് അദ്ദേഹം വാക്ക് നൽകിയിരുന്നു. തൻ്റെ ശിശുപുത്രനായ ടെലിമാക്കസ് വളരുന്നത് കാണുമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷേ ഒരു വാഗ്ദാനത്തിനും അത് നിറവേറ്റുന്നതിനുമിടയിൽ ദേവന്മാരൊരു മഹാസമുദ്രത്തെ സ്ഥാപിച്ചിരുന്നു. ഒഡീസിയസ് ആജ്ഞാപിച്ചു, പായകൾ ഉയർത്തു, നമ്മൾ വീട്ടിലേക്ക് മടങ്ങുന്നു. ഒരു ഗ്രീക്ക് സൈനികൻ ചോദിച്ചു, രാജാവേ, ആദ്യം ദേവന്മാർക്ക് വഴിപാടുകൾ അർപ്പിക്കണമെന്നാണ് പുരോഹിതന്മാർ പറയുന്നത്. അഥീനയ്ക്ക്? ഒഡീസിയസ് പറഞ്ഞു, അഥീന നമുക്ക് വിജയം നൽകി കഴിഞ്ഞു. അതിലുപരി അവൾ ഒന്നും ആവശ്യപ്പെടുന്നില്ല. കാറ്റ് നമുക്ക് അനുകൂലമാണ്. ഇപ്പോൾ തന്നെ യാത്ര തിരിക്കാം. ആജ്ഞ അനുസരിക്കപ്പെട്ടു. 12 കപ്പലുകൾ അടങ്ങി അവരുടെ നാവികസേന കത്തിയെരിയുന്ന തീരത്ത് നിന്ന് പതുക്കെ അകന്നുപോയി. ട്രോയിയുടെ തീയുടെ ചൂട് ഇപ്പോഴും തങ്ങി നിന്നിരുന്ന ജലത്തെ കീറി ആ കപ്പലുകളുടെ അലങ്കരിച്ച മുൻഭാഗങ്ങൾ മുന്നോട്ട് നീങ്ങി. അവരുടെ പിന്നിൽ ട്രോയിയുടെ പുക പ്രഭാത ആകാശത്തിലേക്ക് ഉയർന്നു. മരിച്ചുപോയ ഒരു സാമ്രാജ്യത്തിനു വേണ്ടിയുള്ള അവസാന പ്രാർത്ഥന എന്ന പോലെ. അവരുടെ മുന്നിൽ ഇരുണ്ട വീഞ്ഞിൻ്റെ നിറമുള്ള സമുദ്രം ചക്രവാളം വരെ പരന്നു കിടന്നു. ആ സമുദ്രത്തിനപ്പുറം തങ്ങളെ എന്താണ് കാത്തിരിക്കുന്നതെന്ന് അവരിൽ ഒരാൾക്ക് പോലും അറിയില്ലായിരുന്നു. സിക്കോണുകളുടെ നാട്, ആദ്യ രക്തച്ചൊരിച്ചിൽ. യാത്രയിൽ അവരുടെ ആദ്യത്തെ താവളം ഇസ്മാരസ് ആയിരുന്നു. ട്രോയിയുടെ സഖ്യകക്ഷികളായ സിക്കോണുകൾ അധിവസിച്ചിരുന്ന ഭൂമി. യുദ്ധവിജയത്തിൻ്റെ ലഹരി ഇപ്പോഴും ഗ്രീക്കുകാരുടെ രക്തത്തിൽ കത്തിക്കൊണ്ടിരുന്നു. 10 വർഷത്തെ പോരാട്ടത്തിൻ്റെ ക്രൂരത അവരുടെ മനസ്സിൽ നിന്ന് മാഞ്ഞിരുന്നില്ല. ഒഡീസിയസിൻ്റെ ആജ്ഞ കാത്തു നിൽക്കാതെ യോദ്ധാക്കൾ തീരദേശ വാസസ്ഥലത്തേക്ക് ഇരച്ചു കയറി. അവർ കന്നുകാലികളെ കൊള്ളയടിച്ചു, വീഞ്ഞു നിറച്ച പാത്രങ്ങൾ കവർന്നു, കിട്ടിയതെല്ലാം കടൽ തീരത്തേക്ക് വലിച്ചു കൊണ്ടുവന്നു. രാത്രി മുഴുവൻ അവർ ആഘോഷിച്ചു. ട്രോയ് വീണ നിമിഷം മുതൽ 10 വർഷം നീണ്ട കർശനമായ അച്ചടക്കമൊക്കെയും ഇല്ലാതായതുപോലെ. എന്നാൽ അപകടം ഒഡീസിയസ് കണ്ടിരുന്നു. ഉടൻ യാത്ര തിരിക്കണമെന്ന് അദ്ദേഹം ഉത്തരവിട്ടു. ആരും അതനുസരിച്ചില്ല. ഒഡീസിയസ് വീണ്ടും ആജ്ഞാപിച്ചു, സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് ഇവിടെ നിന്ന് പുറപ്പെടണമെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ മദ്യപിച്ച് കളഞ്ഞ ഓരോ മണിക്കൂറും ശത്രുക്കൾ കുന്തങ്ങൾ മൂർച്ച കൂട്ടാൻ ഉപയോഗിച്ച ഓരോ മണിക്കൂറുമായിരുന്നു. യോദ്ധാക്കളിൽ ഒരാളായ യൂർലോക്കസ് പറഞ്ഞു, ഈ വിജയം ഞങ്ങൾ നേടിയതാണ് ഒഡീസിയസ്. 10 വർഷത്തെ യുദ്ധത്തിന് ശേഷം ഇതെങ്കിലും ഞങ്ങൾക്ക് അർഹമല്ലേ? ഒഡീസിയസ് അലറി, നിങ്ങൾ സ്വന്തമാക്കിയത് വിജയമല്ല, ശവക്കുഴിയാണ്. എല്ലാവരും കപ്പലുകളിലേക്ക് ഇപ്പോൾ തന്നെ. എന്നാൽ ആ മുന്നറിയിപ്പ് വൈകിപ്പോയിരുന്നു. പ്രഭാതം പൊട്ടിത്തെറിക്കുമ്പോഴേക്കും സിക്കോണുകൾ അവരുടെ ഉൾനാടൻ സൈന്യത്തെ ഒരുമിച്ച് കൂട്ടിയിരുന്നു. കുതിരപ്പടയും കാലാൾപ്പടയും മലനിരകൾ കടന്ന് മുന്നേറി. ഇരുണ്ട കടൽവെള്ളം തീരത്തേക്ക് അടിച്ചു കയറുന്നതുപോലെ. അമ്പുകളുടെ മഴയ്ക്കിടയിൽ ഗ്രീക്ക് യോദ്ധാക്കൾ ജീവൻ രക്ഷിക്കാൻ കപ്പലുകളിലേക്ക് ഓടി. ആ കടൽ തീരത്ത് 72 പേർ മരിച്ചു. ട്രോയിയുടെ 10 വർഷത്തെ യുദ്ധത്തിൽ അതിജീവിച്ച 72 യോദ്ധാക്കൾ. പക്ഷേ ഒരു പ്രഭാതത്തിനുള്ളിൽ തന്നെ സ്വന്തം അഹങ്കാരത്തിൻ്റെ വിലയായി അവർ ജീവൻ നഷ്ടപ്പെടുത്തി. വീട്ടിലേക്കുള്ള യാത്രയിലെ ആദ്യ പാഠം അതായിരുന്നു. ക്രൂരവും മറക്കാനാവാത്തതുമായ ഒരു പാഠം. യുദ്ധം അവസാനിച്ചിരുന്നില്ല, അതിൻ്റെ രൂപം മാത്രമാണ് മാറിയിരുന്നത്. താമരഭോജികൾ, മറവിയുടെ മോഹവലയം. സിയൂസ് അയച്ച കൊടുങ്കാറ്റ് അവരുടെ കപ്പലുകളെ തെക്കോട്ട് തള്ളി ഓടിച്ചു.
ഒന്നോ രണ്ടോ ദിവസമല്ല, തുടർച്ചയായി 9 ദിവസങ്ങൾ. ആകാശവും കടലും ഒന്നായി കലർന്ന ആ ദുരിതയാത്രയ്ക്കൊടുവിൽ 10ാം ദിവസം കാറ്റ് ശമിച്ചു. അപ്പോഴാണ് അവർ ഒരു വിചിത്രമായ തീരം കണ്ടത്. സ്വപ്നത്തിൽ നിന്ന് ഉയർന്നതുപോലെ തോന്നിക്കുന്ന ഒരു ഭൂമി. അവിടെ ജനങ്ങൾ ആയുധങ്ങളുമായി വന്നില്ല, ശത്രുത കാണിച്ചില്ല. അവർ നൽകിയത് ഭക്ഷണം മാത്രമായിരുന്നു, താമരപ്പൂവ്. എന്നാൽ അതൊരു സാധാരണ പൂവായിരുന്നില്ല. അതിൻ്റെ രുചി അറിഞ്ഞവർ എല്ലാം മറന്നു. സ്വന്തം പേര്, സ്വന്തം നാട്, സ്വന്തം കുടുംബം, വീട്ടിലേക്കുള്ള യാത്രയുടെ ലക്ഷ്യം എല്ലാം. അവർ ചൂടുള്ള മണൽപ്പരപ്പിലിരുന്നു. മുഖത്തൊരു ശാന്തമായ പുഞ്ചിരി. യുദ്ധത്തിൻ്റെ ഓർമ്മകളും വേദനകളും അവരുടെ മനസ്സിൽ നിന്ന് കഴുകിക്കളഞ്ഞതുപോലെ. ഒഡീസിയസ് ഉടൻ തന്നെ അപകടം തിരിച്ചറിഞ്ഞു. അന്വേഷണത്തിനായി അയച്ചിരുന്ന 3 യോദ്ധാക്കളെ തിരഞ്ഞ് അദ്ദേഹം തീരത്തുകൂടി നടന്നു. ഒടുവിൽ അവരെ കണ്ടെത്തി. പ്രാദേശികർക്കിടയിൽ കാലുകൾ മടക്കിയിരിക്കുകയായിരുന്നു അവർ. കവചങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടിരുന്നു. കണ്ണുകൾ ശൂന്യമായി തിളങ്ങുകയായിരുന്നു. താമരപ്പൂവിൻ്റെ ഇതളുകൾ ഇപ്പോഴും അവരുടെ ചുണ്ടുകളിൽ ഒട്ടിക്കിടന്നു. അതിലൊരു യോദ്ധാവ് പറഞ്ഞു, എന്നെ ഇവിടെ തന്നെ വിടൂ. എന്തിനാണ് ഞാൻ ഒരിക്കൽ ഭയപ്പെട്ടിരുന്നതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. ഒഡീസിയസ് മറുപടി നൽകി, കാരണം നിന്നെ കാത്തിരിക്കുന്ന ഒരു മകനുണ്ട്. കാരണം നീ ഒരു ഗ്രീക്കുകാരനാണ്. കാരണം നിന്നെ വീട്ടിലെത്തിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വവുമാണ്. എഴുന്നേൽക്കൂ. അവർ സ്വമേധയാ മടങ്ങാൻ തയ്യാറായിരുന്നില്ല. ഒഡീസിയസ് ബലമായി അവരെ വലിച്ചഴിച്ച് കപ്പലുകളിലേക്ക് കൊണ്ടുപോയി. അകന്നു പോകുമ്പോഴും അവരുടെ വിരലുകൾ താമരപ്പൂക്കളിലേക്ക് നീണ്ടു. അവയെ വീണ്ടും സ്പർശിക്കാൻ അവർ വെറുതെ ശ്രമിച്ചു. ഒരാളും ഇനി കരയിൽ ഇറങ്ങരുതെന്ന് ഒഡീസിയസ് കർശനമായി ഉത്തരവിട്ടു. എല്ലാവരെയും കപ്പലിൽ കയറ്റിയ ശേഷം ആ ദ്വീപ് മറ്റാരെയും സ്വന്തമാക്കുന്നതിന് മുൻപ് അവർ യാത്ര തുടർന്നു. മറവി, അത് മരണത്തിൻ്റെ ഏറ്റവും സൗമ്യമായ രൂപമാണ്. ഒഡീസിയസിന് തൻ്റെ ആളുകൾ അങ്ങനെ ശാന്തമായി മരിക്കുന്നത് അനുവദിക്കാൻ കഴിയുമായിരുന്നില്ല. സൈക്ലോപ്സ്, പോളിഫീമസിൻ്റെ ഗുഹ. അവരുടെ യാത്രയൊടുവിൽ സൈക്ലോപ്സുകളുടെ ദ്വീപിലെത്തി. ഒരു കണ്ണു മാത്രമുള്ള ഭീമന്മാരുടെ വംശം. നിയമങ്ങളൊന്നും അംഗീകരിക്കാത്തവർ, ദേവന്മാരെ ഭയപ്പെടാത്തവർ. അവരുടെ ജീവിതം അവരുടെ ശക്തിയാൽ മാത്രം നിയന്ത്രിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഒഡീസിയസിനെ മുന്നോട്ട് നയിച്ചത് ഭയമല്ലായിരുന്നു, ജിജ്ഞാസയായിരുന്നു. അതിഥിയെ ആദരിക്കേണ്ടത് വിശുദ്ധ കടമയെന്ന പുരാതന വിശ്വാസവുമായിരുന്നു. തൻ്റെ ഏറ്റവും വിശ്വസ്തരായ 12 യോദ്ധാക്കളുമായി അദ്ദേഹം ഒരു മഹാഗുഹയിലേക്ക് പ്രവേശിച്ചു. അത് പോളിഫീമസിൻ്റെ വാസസ്ഥലമായിരുന്നു. ഗുഹ അതിവിപുലമായിരുന്നു. അകത്ത് ആടുകളെ പാർപ്പിക്കുന്ന വലിയ തൊഴുത്തുകൾ, ഇവിടെയും അവിടെയും ചിതറിക്കിടക്കുന്ന അസ്ഥികൾ, ഒരു കാളയെ മുഴുവനായി ചുട്ടരിക്കാൻ കഴിയുന്നത്ര വലിയ അഗ്നികുണ്ഡം. എന്നാൽ അതിൻ്റെ യഥാർത്ഥ ഉടമ അപ്പോഴും തിരിച്ചെത്തിയിരുന്നില്ല. സന്ധ്യയായപ്പോൾ തൻ്റെ ആട്ടിൻകൂട്ടങ്ങളോടൊപ്പം പോളിഫീമസ് മടങ്ങിയെത്തി. അവൻ ഒരു മനുഷ്യനെ പോലെ ആയിരുന്നില്ല. 15 അടി ഉയരമുള്ള ഒരു പർവ്വതം പോലെയായിരുന്നു. പേശികൾ നിറഞ്ഞ ഭീമാകാരം, മുഖത്തിൻ്റെ നടുവിൽ കത്തുന്ന തീ പോലെയുള്ള ഒറ്റക്കണ്ണ്, കാരുണ്യമോ ദയയോ ഒരിക്കലും സ്പർശിക്കാത്ത മുഖം. അവൻ ഗുഹയ്ക്കുള്ളിൽ കടന്നയുടൻ ഒരു ഭീമൻ പാറ ഉരുട്ടി പ്രവേശ കവാടത്തിന് മുന്നിൽ വെച്ചു. 100 മനുഷ്യർ ഒരുമിച്ച് ശ്രമിച്ചാലും അത് നീക്കാൻ കഴിയുമായിരുന്നില്ല. ഒഡീസിയസും കൂട്ടരും കുടുങ്ങി. അവരെ കണ്ട പോളിഫീമസ് ചോദിച്ചു, നിങ്ങൾ എന്താണ് കുഞ്ഞൻ ജീവികളെ, നിങ്ങളുടെ കപ്പൽ എവിടെയാണ്? ഒഡീസിയസ് പറഞ്ഞു, ഞങ്ങൾ സാധാരണ യാത്രക്കാരാണ്. പൊസൈഡൻ്റെ കോപത്തിൽ ഞങ്ങളുടെ കപ്പൽ തകർന്നുപോയി. സിയൂസിൻ്റെ നിയമപ്രകാരം അതിഥികൾക്ക് ലഭിക്കേണ്ട ആദരവും സംരക്ഷണവും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. പോളിഫീമസ് പൊട്ടിച്ചിരിച്ചു. സിയൂസോ? എനിക്ക് സിയൂസിനെ യാതൊരു പരിഗണനയുമില്ല. നിങ്ങളുടെ ദേവന്മാരെക്കാൾ പഴക്കമുള്ളവരാണ് സൈക്ലോപ്സുകൾ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ ഭീമൻ കൈ നീട്ടി ഒഡീസിയസിൻ്റെ 2 യോദ്ധാക്കളെ പിടിച്ചെടുത്തു. ഒരു മനുഷ്യൻ പാത്രത്തിൽ നിന്ന് അത്തിപ്പഴം എടുക്കുന്ന ലാഘവത്തോടെയായിരുന്നു അത്. പിന്നെ അവൻ അവരെ ഭക്ഷിച്ചു. എല്ലുകൾ നുറങ്ങുന്ന ശബ്ദം, പാതി വഴിയിൽ മുറിഞ്ഞ നിലവിളികൾ. ആ ഭീകര ശബ്ദങ്ങൾ ഗുഹ മുഴുവൻ പ്രതിധ്വനിച്ചു. ബാക്കിയുള്ള യോദ്ധാക്കൾ ഭയന്ന് ഗുഹയുടെ ചുമരിനോട് ചേർന്ന് നിന്നു. അവരുടെ ശരീരം വിറച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഒഡീസിയസ് അപ്പോഴേക്കും ചിന്തിച്ചു തുടങ്ങിയിരുന്നു. അപ്പോഴേക്കും ഒരു പദ്ധതി രൂപപ്പെടുകയായിരുന്നു. സിക്കോണുകളിൽ നിന്ന് കൊള്ളയടിച്ച വീര്യമേറിയ വീഞ്ഞ് ഒഡീസിയസ് ആ ഭീമന് നൽകി. വെള്ളം ചേർക്കാത്ത ശക്തമായ വീഞ്ഞ്. ഒരു പാനപാത്രം, പിന്നെ മറ്റൊന്ന്, വീണ്ടും മറ്റൊന്ന്. ക്രമേണ പോളിഫീമസിൻ്റെ കണ്ണുകൾ ഭാരമുള്ളതായി തോന്നി. ശരീരം മദ്യലഹരിയിൽ തളർന്നു. പോളിഫീമസ് ചോദിച്ചു, കുഞ്ഞ, നിന്റെ പേരെന്താണ്? അത് പറയൂ. അവസാനമായി ഞാൻ ഭക്ഷിക്കുന്നത് നിന്നെയായിരിക്കും. അതാണ് നിനക്കുള്ള സമ്മാനം. ഒഡീസിയസ് പറഞ്ഞു, എൻ്റെ പേര് ആരുമില്ല. എൻ്റെ അച്ഛനും അമ്മയും എന്നെ വിളിച്ചിരുന്നത് ആരുമില്ല എന്ന പേരിലാണ്. അല്പസമയത്തിനകം പോളിഫീമസ് മദ്യലഹരിയിൽ നിലത്തു വീണു. അതായിരുന്നു അവർ കാത്തിരുന്ന നിമിഷം. ഒഡീസിയസും കൂട്ടരും ഒരു വലിയ ഒലിവ് മരത്തടി മൂർച്ച കൂട്ടി തയ്യാറാക്കിയിരുന്നു. തീയിൽ ചുട്ട് കല്ലുപോലെ കഠിനമാക്കിയ തടി. അവർ അതുയർത്തി ഒറ്റയടിക്ക് പോളിഫീമസിൻ്റെ കണ്ണിലേക്ക് കുത്തിയിറക്കി. ചുട്ട മാംസത്തിൻ്റെ ചൂളം വിളി. ഗുഹയുടെ മേൽക്കൂരയിൽ നിന്ന് പൊടി പൊടിഞ്ഞു വീഴാൻ പാകത്തിന് മാത്രം ശക്തമായ നിലവിളി. ആ ശബ്ദം കേട്ട് സമീപത്തുള്ള മറ്റ് സൈക്ലോപ്സുകൾ ഓടിയെത്തി. അടഞ്ഞുകിടക്കുന്ന ഗുഹാമുഖത്തിന് പുറത്തു നിന്ന് അവർ വിളിച്ചു ചോദിച്ചു, ആരാണ് നിന്നെ ആക്രമിച്ചത്? വേദനയിൽ പൊളഞ്ഞ പോളിഫീമസ് അലറി, ആരുമില്ല, ആരുമില്ല എന്നെ ആക്രമിച്ചത്. അത് കേട്ട ഭീമന്മാർ ആശയക്കുഴപ്പത്തിലായി. ആരും ആക്രമിച്ചിട്ടില്ലെങ്കിൽ സഹായം വേണ്ടതില്ലെന്ന് കരുതി അവർ മടങ്ങിപ്പോയി. പ്രഭാതം വന്നപ്പോൾ അന്ധനായ പോളിഫീമസ് ഗുഹയുടെ കവാടം തുറന്നു.
ആട്ടിൻകൂട്ടത്തെ പുറത്തേക്ക് വിടാൻ. ഓരോ മൃഗത്തിൻ്റെയും പുറത്ത് അവൻ കൈ ഓടിച്ചു. ആരെങ്കിലും മുകളിലിരുന്ന് രക്ഷപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിച്ചു. പക്ഷേ അവൻ ചിന്തിക്കാത്ത ഒരു കാര്യമുണ്ടായിരുന്നു: ആടുകളുടെ വയറിനടിയിൽ ഒളിച്ചിരിക്കുന്ന മനുഷ്യരെ. ഒഡീസിയസും കൂട്ടരും ഓരോ ആടിൻ്റെയും അടിഭാഗത്ത് ചേർന്ന് പിടിച്ചുകൊണ്ട് ഗുഹയിൽ നിന്ന് രക്ഷപ്പെട്ടു. അത് അസാമാന്യമായ ഒരു തന്ത്രമായിരുന്നു. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യന് മാത്രം ചിന്തിക്കാൻ കഴിയുന്ന പദ്ധതി. അവൻ വിജയിച്ചിരുന്നു. അവൻ തൻ്റെ ആളുകളെ രക്ഷിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം ഒഡീസിയസ് ഒരു തെറ്റ് ചെയ്തു. അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ്. ആ തെറ്റിൻ്റെ വില അവനെല്ലാം നഷ്ടപ്പെടുത്തേണ്ടി വരുമെന്നതായിരുന്നു: പൊസൈഡൻ്റെ ശാപം. അവർ രക്ഷപ്പെട്ടിരുന്നു. അവർ ജീവനോടെ കടലിലെത്തിയിരുന്നു. പോളിഫീമസിനെ പരാജയപ്പെടുത്തി വിജയികളായി അവർ ദ്വീപിൽ നിന്ന് അകന്നു പോവുകയായിരുന്നു. പക്ഷേ ഒരു ശത്രുവിനെ ഒഡീസിയസിന് തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല: സ്വന്തം അഹങ്കാരത്തെ. വിജയത്തിൻ്റെ ലഹരി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉയർന്നു. കടലിൽ രൂപം കൊള്ളുന്ന ഒരു തിരമാല പോലെ നിശബ്ദമായി അകന്നു പോകാമായിരുന്നു. തൻ്റെ രഹസ്യം സൂക്ഷിക്കാമായിരുന്നു. പക്ഷേ ഒഡീസിയസിന് അത് മതിയായിരുന്നില്ല. തൻ്റെ വിജയത്തിനൊരു പേര് വേണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ലോകം അതറിയണമെന്ന് അവൻ ആഗ്രഹിച്ചു. കപ്പലിൻ്റെ മുൻഭാഗത്ത് നിന്നുകൊണ്ട് ഒഡീസിയസ് കടലിന് കുറുകെ ഉറക്കെ വിളിച്ചു: സൈക്ലോപ്സേ, അന്ധനായ വിഡ്ഢി, നിന്റെ കണ്ണ് ആരാണ് കവർന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരോട് പറയുക, അത് ഒഡീസിയസ് ആയിരുന്നു, ലാർട്ടീസിൻ്റെ മകൻ, ഇത്താക്കയുടെ രാജാവ്. പോളിഫീമസ് അത് കേട്ടു. അപ്പോൾ മാത്രമാണ് ഒഡീസിയസിൻ്റെ യഥാർത്ഥ പേര് അവൻ അറിഞ്ഞത്. പോളിഫീമസ് ഒരു സാധാരണ സൈക്ലോപ്സ് മാത്രമായിരുന്നില്ല. അവൻ സമുദ്രങ്ങളുടെ ദേവനായ പൊസൈഡൻ്റെ മകനായിരുന്നു. അന്ധനായ ഭീമൻ ആകാശത്തേക്ക് മുഖമുയർത്തി. തകർന്ന കണ്ണിൽ നിന്ന് രക്തം ഒഴുകിക്കൊണ്ടിരുന്നു. വേദനയിലും കോപത്തിലും വിറച്ചുകൊണ്ട് അവൻ പ്രാർത്ഥിച്ചു: പിതാവേ പൊസൈഡനെ, ഭൂമിയെ വിറപ്പിക്കുന്ന മഹാദേവ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ഒഡീസിയസ് ഒരിക്കലും അവൻ്റെ നാട് കാണാതിരിക്കട്ടെ. വിധി അവനെ വീട്ടിലെത്തിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവൻ വൈകിയെത്തട്ടെ, ഒറ്റയ്ക്കെത്തട്ടെ, അന്യരുടെ കപ്പലിലെത്തട്ടെ. അവനെ കാത്തിരിക്കുന്നത് സന്തോഷമല്ല, ദുഃഖം മാത്രമായിരിക്കട്ടെ. ആ നിമിഷം കടലിൻ്റെ ആഴങ്ങളിൽ എന്തോ ഉണർന്നു. സമുദ്രത്തിൻ്റെ ഇരുണ്ട അടിത്തട്ടിൽ വിശ്രമിച്ചിരുന്ന ശക്തി കണ്ണു തുറന്നു. പൊസൈഡൻ തൻ്റെ കണ്ണുകൾ തുറന്നു. അതിനുശേഷം കടൽ വെറും ജലമായിരുന്നില്ല, അത് ഒഡീസിയസിൻ്റെ ശത്രുവായി മാറി. എല്ലാം മാറിയത് ആ നിമിഷത്തിലായിരുന്നു. ട്രോയിലെ യുദ്ധം കൊണ്ടല്ല, മരക്കുതിര കൊണ്ടുമല്ല, ഈ ഒരൊറ്റ പ്രവൃത്തി കൊണ്ടാണ്, ഈ അഹങ്കാരം കൊണ്ടാണ്. തൻ്റെ പേര് ലോകം അറിയണമെന്ന ആഗ്രഹം കൊണ്ടാണ് അടുത്ത 20 വർഷത്തെ ദുരിതങ്ങളുടെ വാതിൽ തുറന്നത്. ഒഡീസിയസിൻ്റെ ജീവിതത്തെ തകർത്ത് ശത്രുക്കളുടെ വാളുകളായിരുന്നില്ല, സ്വന്തം വിജയത്തെക്കുറിച്ച് വിളിച്ചു പറയാനുള്ള ആ ഒരൊറ്റ നിമിഷത്തെ ദൗർബല്യമായിരുന്നു. എയോളസും കാറ്റുകളുടെ സഞ്ചിയും. കടൽ അവർക്കെതിരെ തിരിഞ്ഞിരുന്നു. പൊസൈഡൻ്റെ കോപം ഓരോ തിരയിലും പതിയിരുന്നു. എങ്കിലും എല്ലാ ദേവന്മാരും ഒഡീസിയസിൻ്റെ ശത്രുക്കളായിരുന്നില്ല. കാറ്റുകളുടെ അധിപനായ എയോളസ് അവരോട് കരുണ കാണിച്ചു. തിളങ്ങുന്ന വെളുത്ത മാർബിളിൽ നിർമ്മിക്കപ്പെട്ട ഒഴുകി നടക്കുന്ന ഒരു ദ്വീപിലായിരുന്നു എയോളസിൻ്റെ വാസം. ലോകത്തിലെ എല്ലാ കാറ്റുകളുടെയും കൊടുങ്കാറ്റുകളുടെയും യജമാനൻ. ഒഡീസിയസിൻ്റെ ദുരിതങ്ങൾ കേട്ട ശേഷം എയോളസ് ഒരു സമ്മാനം നൽകി: വെള്ളി നൂലുകൊണ്ട് മുറുകെ കെട്ടിയ ഒരു തുകൽ സഞ്ചി. അതിൻ്റെ ഉള്ളിൽ ലോകത്തിലെ എല്ലാ കാറ്റുകളെയും എയോളസ് പൂട്ടിയിരുന്നു. ഒന്നൊഴികെ ഇത്താക്കയിലേക്ക് നയിക്കുന്ന മൃദുവായ പടിഞ്ഞാറൻ കാറ്റ് മാത്രം സ്വതന്ത്രമായി വിട്ടു. എയോളസ് പറഞ്ഞു: ഈ സഞ്ചി തുറക്കരുത്, ഇത് അടഞ്ഞിരിക്കുന്നിടത്തോളം കാറ്റ് നിങ്ങളെ വീട്ടിലെത്തിക്കും. അങ്ങനെ അവരുടെ യാത്ര വീണ്ടും ആരംഭിച്ചു. 9 ദിവസം 9 രാത്രികൾ. ഒഡീസിയസ് കപ്പലിൻ്റെ ചുക്കാൻ സ്വന്തം കൈകളാൽ നിയന്ത്രിച്ചു. അദ്ദേഹം ഉറങ്ങിയില്ല, വിശ്രമിച്ചില്ല, ശരിയായി ഭക്ഷണം പോലും കഴിച്ചില്ല. നിരന്തരം ചുക്കാൻ പിടിച്ചു നിന്ന കൈകൾ പൊട്ടി രക്തം വാർന്നു. എന്നാൽ അദ്ദേഹം അതൊന്നും വകവെച്ചില്ല. കാരണം ചക്രവാളത്തിലൊരു സ്വപ്നം വലുതാവുകയായിരുന്നു. ഇത്താക്ക, അദ്ദേഹത്തിൻ്റെ വീട്, അദ്ദേഹത്തിൻ്റെ രാജ്യം. ഓരോ ദിവസവും അത് കൂടുതൽ വ്യക്തമായി കാണാൻ തുടങ്ങി. 10ാം ദിവസം ഒടുവിൽ അദ്ദേഹം അത് കണ്ടു. സ്വന്തം ദ്വീപ്, സ്വന്തം വീട്. അവിടുത്തെ അടുപ്പുകളിൽ നിന്ന് ഉയരുന്ന പുക പോലും അദ്ദേഹത്തിൻ്റെ കണ്ണിൽപ്പെട്ടു. വീട്ടിൽ നിന്ന് ഏതാനും നിമിഷങ്ങളുടെ ദൂരം മാത്രം. എന്നാൽ അപ്പോഴാണ് ശരീരം കീഴടങ്ങിയത്. 9 ദിവസത്തെ ഉറക്കമില്ലായ്മ അദ്ദേഹത്തെ പരാജയപ്പെടുത്തി. ഒഡീസിയസ് ഉറങ്ങിപ്പോയി. അപ്പോൾ അവൻ്റെ ആളുകൾ ആ സഞ്ചിയിലേക്ക് നോക്കി. സംശയം അവരുടെ മനസ്സിൽ വിഷം പോലെ പടർന്നു. യൂറിലോക്കസ് പറഞ്ഞു: ആ സഞ്ചിക്കുള്ളിൽ എന്താണുള്ളത്? സ്വർണമോ നിധികളോ? 10 വർഷം ഞങ്ങളും രക്തം ചിന്തി, എന്നിട്ടും എല്ലാം ഒഡീസിയസ് അവന് മാത്രമായി ഒളിപ്പിച്ചു വെക്കുകയാണോ? ലോഭം വിവേകത്തെ കീഴടക്കി. അവർ വെള്ളിനൂലഴിച്ചു. സഞ്ചി തുറന്നു. അടുത്ത നിമിഷം ലോകത്തിലെ എല്ലാ കൊടുങ്കാറ്റുകളും ഒരേ സമയം പുറത്തേക്ക് പൊട്ടിത്തെറിച്ചു. വടക്കൻ കാറ്റ്, തെക്കൻ കാറ്റ്, കിഴക്കൻ കാറ്റ്, പടിഞ്ഞാറൻ കാറ്റ് എല്ലാം ഒന്നായി ആർത്തു വിളിച്ചു. കടൽ ഭ്രാന്ത് പിടിച്ചതുപോലെ ഉയർന്നു. കപ്പലുകൾ കളിപ്പാട്ടങ്ങളെപ്പോലെ വായുവിൽ വലിച്ചെറിയപ്പെട്ടു. ഇത്താക്കയുടെ തീരങ്ങളിൽ നിന്ന് അവരെ വീണ്ടും സമുദ്രത്തിൻ്റെ അഗാധതയിലേക്ക് തള്ളിയിട്ടു. അവർ വീണ്ടും എത്തിച്ചേർന്നത് എയോളസിൻ്റെ ദ്വീപിലായിരുന്നു. ഒഡീസിയസ് തകർന്ന മനസ്സോടെ ദേവൻ്റെ മുമ്പിൽ നിന്നു. വീണ്ടും സഹായം അഭ്യർത്ഥിച്ചു. എന്നാൽ ഇത്തവണ എയോളസിൻ്റെ മുഖത്ത് കരുണയുണ്ടായിരുന്നില്ല. എയോളസ് പറഞ്ഞു: പുറത്തു പോവുക. ദേവന്മാരുടെ വെറുപ്പിനിരയായ മനുഷ്യനാണ് നീ ഒഡീസിയസ്. ഇനി നിന്നെ സഹായിക്കാൻ ആർക്കും കഴിയില്ല. വീട്, അത് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾക്ക് മുന്നിലുണ്ടായിരുന്നു. സ്വന്തം അടുപ്പിൽ നിന്നുയരുന്ന പുക കാണാൻ കഴിയുന്നത്ര അടുത്ത്, സ്വന്തം കുടുംബത്തെ സ്പർശിക്കാൻ കഴിയുന്നത്ര അടുത്ത്. പക്ഷേ ഒരൊറ്റ നിമിഷത്തെ ലോഭം,
അതെല്ലാം കവർന്നെടുത്തു. ഇതുവരെ നേരിട്ട ദുരന്തങ്ങളിൽ ഏറ്റവും ക്രൂരമായത് ഇതായിരിക്കാം. കാരണം ഇവിടെ ഭീമന്മാരുണ്ടായിരുന്നില്ല, രാക്ഷസന്മാരുണ്ടായിരുന്നില്ല, രക്തച്ചൊരിച്ചിലും ഉണ്ടായിരുന്നില്ല. വിധിയുടെ നിർദ്ദയമായ പരിഹാസം മാത്രമായിരുന്നു. വീട്ടിൽ നിന്ന് ഇത്രയടുത്ത്, എന്നിട്ടും ഇപ്പോൾ അതിശയകരമാം വിധം അനന്തമായ എവിടെയും.